പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോ ബ്രാൻഡിലെ റെസ്ലറായ ഷെയ്മസ് എന്ന് പറയുന്ന ടോപ്പ് സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ NXTയുടെ ഹൗസ് ഷോയിൽ പോയിട്ട് ഒരു മത്സരം കളിക്കുകയുണ്ടായി. ആ മത്സരത്തിന് ശേഷം NXTയെ സംബന്ധിച്ചും WWE ഭാവിയെ സംബന്ധിച്ചും ആരാണ് ഇനി WWE മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത്, ആരുടെ കയ്യിലാണ് WWE ഇനി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഷെയ്മസ് വെളിപ്പെടുത്തുകയുണ്ടായി. NXTയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ജിവോൺ എവൻസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് ഷെയ്മസ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ കാണികളുമായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജിവോൺ എവൻസ് ആണ് ഇനി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ WWEയെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് എന്നും ഭാവി ഇവൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്നും ജിവോൺ എവൻസിൻ്റെ കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷെയ്മസ് പറയുകയുണ്ടായി. ജിവോൺ എവൻസ് എന്ന് പറയുന്ന റെസ്ലറിനെ NXT ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് പരിചിതമായിരിക്കും. കാരണം നല്ല ഹൈ ഫ്ലൈയിങ് തലത്തിലുള്ള റെസ്ലറാണ്. കൂടാതെ മെയിൻ റോസ്റ്ററിലും സാമീസിൻ്റെ US ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു ഓപ്പൺ ചലഞ്ച് മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഗുന്തർ എന്ന് പറയുന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ്റെ തിരിച്ചറിവിൽ ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി ഗുന്തറിനെതിരെ ജിവോൺ എവൻസ് മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ജിവോൺ എവൻസിന് വിജയസാധ്യത ഒട്ടും ഇല്ലെങ്കിൽ പോലും ഷെയ്മസ് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഗുന്തറിനെ അടിച്ചു പൊളിച്ചേക്കണം എന്നുള്ളതാണ്. ഗുന്തറിനെ പരാജയപ്പെടുത്തി ടൂർണമെൻറ്റിൽ മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ് ഷെയ്മസ് ഒരു അഡ്വൈസ് പോലെ പങ്കുവെക്കുന്നത്. ഓൾറെഡി ഈ ഒരു ടൂർണമെൻറ്റിൽ ഷെയ്മസ് ഭാഗമായിട്ടുണ്ട്. ഷെയ്മസ് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിവോൺ എവൻസും കയറി വരണം, നീയാണ് WWEയുടെ ഭാവി താരം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വെളിപ്പെടുത്തൽ, അതുപോലെ തന്നെ ജിവോൺ എവൻസിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കലാണ് NXTയുടെ ഹൗസ് ഷോയിൽ മത്സരശേഷം ഷെയ്മസ് നടത്തിയിട്ടുള്ളത്. ജിവോൺ എവൻസ് നല്ല കഴിവുള്ള റെസ്ലറാണ്. TNA റെസ്ലിങ്ങിലും അതുപോലെ തന്നെ NXTയിലും ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്മസ് പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് ജിവോൺ എവൻസ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ WWEയെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് എക്കാലത്തെയും മികച്ച WWE താരങ്ങളിൽ ഒരാളായ റാൻഡി ഓർട്ടനെ സംബന്ധിച്ചാണ്. ഓർട്ടൻ്റെ റിട്ടേൺ ഇനി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് പലരും ഉറ്റുനോക്കുന്നുണ്ട്. പല കൂട്ടുകാരും നിരന്തരമായി പല വീഡിയോകളുടെ അടിയിലും റാൻഡി ഓർട്ടൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽ അനുസരിച്ചാണെങ്കിൽ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ്, ഡിസംബർ മാസത്തിലെ ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിലവിൽ റാൻഡി ഓർട്ടനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. റാൻഡി ഓർട്ടനെ WWEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ എപ്പിസോഡിൽ അപ്പിയറൻസ് നടത്താൻ സാധ്യത ഉള്ളവരുടെ ഒരു ഫീച്ചേർഡ് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ സർവൈവർ സീരീസ് കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോറി ലൈൻ ആരംഭിക്കാൻ വേണ്ടി റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ നടത്താൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ റാൻഡിയുടെ റിട്ടേൺ അപ്പിയറൻസ് നമുക്ക് അന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ളത് ജോൺസന് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹം ഏറ്റവും കൂടുതൽ റോ എപ്പിസോഡുകളിൽ മത്സരിച്ചിട്ടുള്ള റെസ്ലറാണെന്ന് പറഞ്ഞുകൊണ്ടും ഒരു ട്വിറ്ററിൽ പങ്കുവെക്കുകയുണ്ടായി. അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ റാൻഡി ഓർട്ടൻ കൊടുക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ റോ എപ്പിസോഡുകളിൽ മത്സരിച്ചത് ജോൺസണിയാണെന്ന് പറഞ്ഞതിനോടുള്ള ഒരു മറുപടിയായിരിക്കണം മിക്കവാറും റാൻഡി ഓർട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ജോൺസണിയുടെ തന്നെ ഒരു ഗിഫ്റ്റായിട്ടാണ് റാൻഡി ഓർട്ടൻ കൊടുക്കുന്ന ഒരു മറുപടി. അത് ആർ യു ഷുവർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ റാൻഡി ഓർട്ടന് ഒരു സംശയമുള്ളതുപോലെ റാൻഡി ഓർട്ടൻ ആ ഒരു ഗിഫ് ഇട്ടുകൊണ്ട് പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇതിന് മറുപടി ജോൺസന ഒന്നും കൊടുത്തിട്ടില്ല. ഇനി റോ എപ്പിസോഡിൽ വന്നിട്ട് ജോൺസന ഇതിനുള്ള ഒരു മറുപടി കൊടുക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ റയറായിട്ടാണ് റാൻഡി ഓർട്ടൻ ഇങ്ങനെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുള്ളത്. അതും സാക്ഷാൽ ജോൺസണയുടെ അവസാന റോ എപ്പിസോഡ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്വീറ്റിനുള്ള ഒരു മറുപടിയായിട്ട് റാൻഡി ഓർട്ടൻ ഈ ഒരു കൗണ്ടർ ട്വീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തോ അണിയറയിൽ വലുത് ഒരുങ്ങുന്നുണ്ട് എന്ന് അർത്ഥം. അത് നമുക്ക് ഈ ചൊവ്വാഴ്ച നടക്കുന്ന റോ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.